കേരള രാഷ്ട്രീയത്തിലും വികസന ചർച്ചകളിലും വലിയൊരു അധ്യായത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. മുൻ ഇടതു സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സിൽവർ ലൈൻ ഔദ്യോഗികമായി റദ്ദാക്കിക്കൊണ്ട് പുതിയ വി.ഡി. സതീശൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൻ്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ പദ്ധതിക്ക് കഴിയുമായിരുന്നു. എന്തായിരുന്നു ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങൾ? സിൽവർ ലൈൻ ഇല്ലാതാകുമ്പോൾ കേരളത്തിൻ്റെ യാത്രാഭാവി ഇനി എന്താകും? നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് വടക്കേ അറ്റത്തേക്ക് വെറും 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാവുന്ന 530 കിലോമീറ്റർ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ. 2019 പിണറായി സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വച്ചത്. കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വഴിയാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പദ്ധതിക്ക് കൃത്യമായ പഠനങ്ങളോ DPRO ഇല്ലെന്നായിരുന്നു പ്രതിപക്ഷം അന്ന് ആരോപിച്ചത്. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസവും ഈ വാദം ആവർത്തിച്ചു. എന്നാൽ വസ്തുത മറ്റൊന്നായിരുന്നു. സിസ്ട്ര എന്ന അന്താരാഷ്ട്ര ഏജൻസി തയ്യാറാക്കിയ DPR 2020 ജൂൺ 24 സംസ്ഥാന സർക്കാർ റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. പിന്നീട് 2022 ജനുവരിയിൽ ഈ DPR നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ആർക്കാണ് ഇത്ര ധൃതിയെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുമ്പോഴും അതിവേഗയാത്ര ആവശ്യമാണെന്നതിൽ കേരളത്തിന് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ സർവത്ര ആശയക്കുഴപ്പമുണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കാൻ വിമർശകർക്ക് കഴിഞ്ഞിരുന്നു. ആ ആശയക്കുഴപ്പം പരിഹരിച്ച് പൊതുജനങ്ങളുടെ പിന്തുണ നേടാൻ പിണറായി സർക്കാരിനും കഴിയാതെ പോയി. ഭാവി കേരളത്തിന് ഈ പദ്ധതി അത്യാവശ്യമാണെന്നതിന് LDF ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ ആദ്യത്തേത് യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം എന്നത് തന്നെയായിരുന്നു. നിലവിലെ റെയിൽവേ ട്രാക്കുകളിലെ വളവുകൾ കാരണം ട്രെയിനുകളുടെ വേഗത കൂട്ടാനാകില്ല. അതിനാലാണ് പുതിയൊരു പാത അനിവാര്യമായത്. വന്ദേ ഭാരത് വന്നിട്ടും പരമാവധി വേഗത നേടാൻ കഴിയാതെ പോയത് ഇവർ ചൂണ്ടിക്കാട്ടി. രണ്ടാമത്തെ കാര്യം സാമ്പത്തിക വളർച്ചയാണ്. വ്യവസായ വികസനത്തിനും IT മേഖലയുടെ വളർച്ചയ്ക്കും അതിവേഗ ഗതാഗതം കേരളത്തിന് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്നായിരുന്നു ഇടതുപക്ഷം പറഞ്ഞത്. റോഡുകളിലെ വാഹനപ്പെരുപ്പവും കാർബൺ ഉദ്വമനവും കുറയ്ക്കാൻ ഹരിത ഊർജ്ജം ഉപയോഗിക്കുന്ന കേരളത്തിന് സാധിക്കുമെന്നും ഇടതുപക്ഷം പറഞ്ഞു വെച്ചു. എന്നാൽ വികസനത്തിനെതിരല്ലെന്നും മറിച്ച് ഈ പദ്ധതിയുടെ പ്രായോഗികതയിലാണ് തങ്ങൾക്ക് വിയോജിപ്പെന്നുമാണ് UDF വാദിച്ചത്. പദ്ധതിക്കെതിരെ വരുന്ന ജനകീയ പ്രതിഷേധങ്ങളെയും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെയും മുൻനിർത്തിയാണ് പുതിയ വി.ഡി. സതീശൻ സർക്കാർ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ചത്. സിൽവർ ലൈൻ വേണ്ടെന്ന് പറയാൻ UDFനും ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. 300 കിലോമീറ്ററോളം ദൂരം വലിയ മതിൽക്കെട്ടുകൾ സ്ഥാപിച്ച് ട്രാക്കുകൾ ഉയർത്തിയാൽ കേരളത്തിൻ്റെ പ്രകൃതിദത്ത നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും പ്രളയ സാധ്യത കൂട്ടുമെന്നും അവർ പറഞ്ഞു. ഏകദേശം 64,000 കോടി രൂപ ചെലവ് പ്രതീക്ഷ പദ്ധതി വിദേശ വായ്പകളെ ആശ്രയിച്ചായിരുന്നു. ഇത് കേരളത്തെ കടക്കണിയിലാക്കുമെന്നും UDF വാദിച്ചു. പദ്ധതിയുടെ യഥാർത്ഥ ചെലവ് ലക്ഷം കോടി കവിയുമെന്നും UDF നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞു. ഏറ്റവും പ്രധാനമായി അവർ പറഞ്ഞത് സിൽവർ ലൈൻ സൃഷ്ടിക്കുന്ന സാമൂഹിക ആഘാതത്തെക്കുറിച്ചായിരുന്നു. കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതും പാത കടന്നു പോകുന്ന വഴികളിലെ പരിസ്ഥിതി ആഘാതവും ഇവർ ഉയർത്തിയപ്പോൾ ജനങ്ങളിൽ അത് വലിയ ആശങ്കയുണ്ടാക്കി. 10,000-ഓളം കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കലിനെതിരെ ജനരോഷവും ഉയർന്നു. ഇതിനെല്ലാം പുറമെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ലഭിക്കാതിരുന്നതും പദ്ധതി നീണ്ടുപോകാൻ കാരണമായി. കേരളം മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുകയും കേന്ദ്രം അനുമതി നൽകാതിരിക്കുകയും ചെയ്തതോടെ നിരവധി ഭൂവുടമകളാണ് സ്ഥലം വിൽക്കാനോ പണയം വെക്കാനോ കഴിയാതെ പ്രതിസന്ധിയിലായത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചത്. സിൽവർ ലൈൻ റദ്ദാക്കിയതോടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. കേരളത്തിന് അതിവേഗ യാത്ര ആവശ്യമില്ലേ? തീർച്ചയായും ഉണ്ട്. റോഡുകളിലെ തിരക്കും വളവുകൾ നിറഞ്ഞ നിലവിലെ റെയിൽവേ ട്രാക്കുകളും കേരളത്തിന്റെ വികസനത്തിന് തടസ്സമാണ്. എന്നാൽ വി.ഡി. സതീശൻ സർക്കാർ വ്യക്തമാക്കിയത് അവർ അതിവേഗ റെയിലിന് എതിരല്ല, മറിച്ച് പ്രകൃതിയെയും ജനങ്ങളെയും ദ്രോഹിക്കുന്ന സിൽവർ ലൈനിന് മാത്രമാണ് എതിരെന്നാണ്. പുതിയ വി.ഡി. സതീശൻ സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയും ഇതാണ്. നിലവിലുള്ള റെയിൽവേ ലൈനുകളിൽ 3-4 ട്രാക്കുകൾ നിർമ്മിച്ച് വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുക, കേന്ദ്രവുമായി സഹകരിച്ച് പുതിയ ബദൽ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നിവയാണ് പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നാണ് കണ്ടറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം കേരളത്തിന്റെ വികസന മുരടിപ്പ് ഒഴിവാക്കാൻ പ്രായോഗികവും ജനകീയവുമായ ഒരു അതിവേഗ യാത്രാ സംവിധാനം എത്രയും വേഗം യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. പരിസ്ഥിതി സൗഹൃദപരവും സാമ്പത്തികമായി ലാഭകരവുമായ ഒരു ബദൽ യാത്രാ സംവിധാനം ഒരുക്കാൻ സർക്കാരിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. സ്ഥലം ഏറ്റെടുക്കാതെ ആളുകളെ ഒഴിപ്പിക്കാതെ കേരളത്തിന് അതിവേഗതയുടെ പുതിയൊരു ട്രാക്ക് ഒരുക്കാൻ വി.ഡി. സതീശന് കഴിയുമോ? അതോ വികസന മുടക്കികൾ എന്ന മുദ്രയുമായി ഈ സർക്കാരിന് പടിയിറങ്ങേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം.